Hi all, in the topic 4.6d admittance of LR series AC circuit and 4.6e characteristics of LR series AC circuits. Admittance of LR series AC circuit. LR series AC circuit എന്താണെന്നറിയാം, ഇൻഡക്ടറും റെസിസ്റ്ററും സീരീസിലുള്ള AC സർക്യൂട്ട് ആണ്. അതിൻ്റെ അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഇമ്പിഡൻസ് ആണ്, വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ Y. അപ്പോൾ അഡ്മിറ്റൻസ് Y ഈക്വൽ ടു 1/Z. Z എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ എല്ലാ സർക്യൂട്ട് അഥവാ ഇമ്പിഡൻസ് ആണ്. ഇമ്പിഡൻസിൻ്റെ ഒരു ഇക്വേഷൻ ആണ് Z ഈക്വൽ ടു √R² പ്ലസ് L² ω² എന്നുള്ളത്. അപ്പോൾ ഈ ഇക്വേഷനിൽ Z പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും, Y ഈക്വൽ ടു 1/√R² പ്ലസ് L² ω². നെക്സ്റ്റ് ടോപ്പിക് characteristics of LR series AC circuits. First point, both the EMF and current are sinusoidally varying. Second point, instantaneous value of EMF is leading the current by phi in phase, where phi equal to tan inverse L omega by R. Third point, LR series circuit does not satisfy Ohm's law, that is E by I is not a constant. Fourth point, ratio of maximum value of EMF to maximum value of current gives the effective resistance or impedance of LR series circuit, that is E0 by I0 is equal to Z. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പ്രോബ്ലംസ് ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. An alternating voltage of 100 volt at a frequency of 25 Hz is applied to a circuit consisting a resistance 1.5 ohm and an inductance of 0.01 Henry in series. Find the current flowing. Find the phase difference between EMF and current. Find the potential drop across resistor and inductor. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം. ഫസ്റ്റിൽ തന്നിട്ടുള്ളത് വോൾട്ടേജ് V ആണ്, അത് 100 വോൾട്ടാണ് തന്നിട്ടുള്ളത്. പിന്നെ ഫ്രീക്വൻസി ആണ് തന്നിട്ടുള്ളത്, ഫ്രീക്വൻസി F ഈക്വൽ ടു 25 ഹെർട്സ്. പിന്നെ റെസിസ്റ്റൻസ് R ഈക്വൽ ടു 1.5 ഓം ആൻഡ് ഇൻഡക്റ്റൻസ് L ഈക്വൽ ടു 0.01 ഹെൻറി. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇനി ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ I കണ്ടുപിടിക്കാനാണ്. കറണ്ട് I കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, V/Z ആണ്. ഈ Z എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ് ആണ്. Z നമുക്കൊരു ഇക്വേഷൻ അറിയാം, Z ഈക്വൽ ടു √R² പ്ലസ് L² ω². അപ്പം ഇക്വേഷനിൽ Z വരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, √R² പ്ലസ് L² ω². ഇനി ഇതിൽ ഒമേഗ ആണ് നമുക്ക് കാണാനുള്ളത്. ഒമേഗ എന്താ നമുക്കറിയില്ല, പക്ഷേ അതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഒമേഗ ഈക്വൽ ടു 2πf ആണ്. അപ്പോൾ 2π ഇൻറ്റു എഫ് ഇവിടെ 25 ആണ്, ഇൻറ്റു 25 വിച്ച് ഈസ് ഈക്വൽ ടു 50π. ഇനിയൊന്നുമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. വി എന്ന് പറഞ്ഞാൽ 100 ഡിവൈഡഡ് ബൈ √R എന്ന് പറഞ്ഞാൽ 1.5 ഹോൾ സ്ക്വയർ പ്ലസ് L എന്ന് പറഞ്ഞാൽ 0.01 സ്ക്വയർ, ഒമേഗ എന്ന് പറഞ്ഞാൽ 50π. അപ്പോൾ ആൻസർ L ഈക്വൽ ടു 0.218 ഹെൻറി എന്ന് കിട്ടും. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 46.053 എന്നാണ് കിട്ടുന്നത്. ഇത്രയും ആംബിയറാണ് കറണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടെത്താനുള്ളത് ഫേസ് ഡിഫറൻസ് ആണ്. ഫേസ് ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് L ഒമേഗ ഡിവൈഡഡ് ബൈ R ആണ്. ഇതിൽ ഇനിയിപ്പോൾ ഒന്നുമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ, വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് L എന്ന് പറഞ്ഞാൽ 0.01 ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ 50π ആണ് നമ്മൾ നേരത്തെ കണ്ട്, ഡിവൈഡഡ് ബൈ R എന്ന് പറഞ്ഞാൽ 1.5 ഓം ആണ്. അപ്പം ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യണം.
അപ്പോൾ ഇതാ നമുക്ക് ഉത്തരം 5 = 46.3062 ഡിഗ്രി എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ ആൻഡ് ഇൻഡക്ടർ ആണ്. ആദ്യത്തിൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ കാണാം. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ അതിൻ്റെ ഇക്വേഷൻ ആണ് VR = IR, I × R. I എന്താ നമുക്കറിയാം, 46.054 × R 1.5. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 69.081 വോൾട്ട് എന്നാണ് കിട്ടുക. ഇനി അടുത്ത് കാണേണ്ടത് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ആണ്. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ VL എന്ന് പറയുമ്പോൾ I × XL ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു XLന് പകരം നമുക്ക് Lω എന്ന് കൊടുക്കാം. അപ്പോൾ ഇനി ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. I നമുക്കറിയാം 46.054 ആണ് ഇൻറ്റു 0.01 ആണ് ഇൻഡക്റ്റൻസ് ഇൻറ്റു ഒമേഗ എന്ന് പറയുമ്പോൾ 50π വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആൻസർ 72.3047 78 എന്നുള്ളത് 8 എന്ന് എടുക്കാം. അത്രയും വോൾട്ടാണ് VL. ഇത് VR. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. A lamp having a filament of 15 ohm is not allowed to pass more than 3 ampere. Find value of inductance which must be used in series with the lamp which is supplied by an AC of maximum EMF 210 volt at 50 Hz. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം അറിയുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം. മാക്സിമം EMF എന്ന് പറയുമ്പോൾ E0 ആണ്. അത് 210 വോൾട്ടാണ് തന്നിട്ടുണ്ട്. പിന്നെ ഫ്രീക്വൻസി F = 50 Hz ആണ്. റെസിസ്റ്റൻസ് 6 ഫിലമെൻറ്റിൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 15 ohm. പിന്നെ മാക്സിമം കറണ്ട് I0 = 3 ആംപിയറും തന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഇൻഡക്റ്റൻസ് L ആണ് കാണേണ്ടത്. നമ്മൾ Z എന്താണെന്ന് കാണാം. Z എന്ന് പറഞ്ഞാൽ E0/I0 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 210 / 3 ohm. അത് 70 ohm എന്ന് കിട്ടും. ഇനി Z-ൻ്റെ വേറൊരു ഇക്വേഷൻ ഉണ്ട്. Z = √R² + L² ω². ഈ ഇക്വേഷനിൽ ω² പകരം ω = 2πf എന്ന് പറഞ്ഞ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താകും, ω² ആയതുകൊണ്ട് ഇത് 4π² f² എന്നാവും. എന്നിട്ട് ഇതിൽ ഈ ഇക്വേഷൻ മൊത്തത്തിലൊന്ന് സ്ക്വയർ ചെയ്യും. അപ്പോൾ Z² = R² + L² 4π² f² എന്നാവും. എന്നിട്ട് L² ഉള്ള ടേം ഈ സൈഡിൽ വെച്ചിട്ട് ബാക്കിയൊക്കെ ഈ സൈഡിലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് L² ഇക്വേഷൻ കണ്ടുപിടിക്കും. അതിന് സ്ക്വയർ റൂട്ട് എടുത്തിട്ട് Lൻ്റെ ഇക്വേഷൻ കണ്ടെത്തും. എന്നിട്ട് നേരിട്ട് ഈ വാല്യൂസൊക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതിലെ ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് L = 0.218 ഹെൻറി എന്ന് കിട്ടും.